നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററാണ്. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ എന്തിന് ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. അപ്പോൾ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ യൂസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടു ക്രിയേറ്റ് വെരി ഹൈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തെന്നാണ്. ഇതിൻ്റെ വർക്കിംഗ് രണ്ട് വർക്കിംഗ് പ്രിൻസിപ്പിളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഷാർപ്പ് എൻഡിലൂടെയാണ് ഏറ്റവും കൂടുതൽ ചാർജസ് എന്ത് ചെയ്യുന്നത്, അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഡിസ്ചാർജിങ് ഓഫ് ഷാർപ്പ് പോയിൻറ്റ്സ്. ഓക്കെ, ഷാർപ്പ് എൻഡിലായിരിക്കും ചാർജസിന് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റുന്ന, അക്യുമുലേറ്റ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനൊക്കെ പറ്റുന്നത്. അതുപോലെ തന്നെ ഒരു ചാർജ്ഡ് കണ്ടക്ടറിനെ നമ്മളൊരു ഹോളോ സ്പിയറിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജസ് അതിൻ്റെ ഔട്ട് സൈഡിൽ എന്ത് ചെയ്യും, പോവും. ഓക്കെ, ഹോളോ സ്പിയറിന് എന്ത് ചെയ്യും, പുറത്തേക്ക് ചാർജസിന് എന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നമ്മളൊരു ഹോളോ സർഫസ് എടുത്തിട്ട് അതിനകത്തൊരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ഔട്ടർ സർഫസിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഒരു ഹോളോ സ്പെറിക്കൽ ഷെല്ലുണ്ട്, ഇൻസുലേറ്റർ സ്റ്റാൻഡുണ്ട്, എന്നിട്ട് രണ്ട് പുള്ളീസ് വെച്ചിട്ടുണ്ട്. ഈ പുള്ളികളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ബെൽറ്റുണ്ട്, ഇൻസുലേറ്റിംഗ് ബെൽറ്റുണ്ട്. എന്നിട്ട് ഇവിടെ രണ്ട് കോമ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കോമ്പിനെ വിളിക്കുന്ന പേര് സ്പ്രേ കോമ്പെന്നും രണ്ടാമത്തെ കോമ്പിനെ വിളിക്കുന്ന പേര് കളക്ടർ കോമ്പെന്നാണ്. ഈ സ്പ്രേ കോമ്പ് ഒരു ഹൈ ടെൻഷൻ വോൾട്ടേജുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ പുള്ളിയെ നമ്മളൊരു മോട്ടറുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. മോട്ടർ വർക്ക് ചെയ്യുമ്പം പുള്ളി എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. പുള്ളി റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് എന്ത് ചെയ്യും, ഈ ബെൽറ്റ് എന്ത് ചെയ്യും, അതിനകത്ത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയും സാധനമാണ് ആരിൽ ഉള്ളത്, ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൽ ഉള്ളത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ്? ഒരു ഹൈ ടെൻഷൻ സോഴ്സ് ഉണ്ട്. ആ ഹൈ ടെൻഷൻ സോഴ്സ് കൊടുത്തിരിക്കുന്നത് ഒരു സ്പ്രേ കോമ്പിനകത്താണ്, കോമ്പ് ലൈക്ക് സ്ട്രക്ചറിൽ. അത് കഴിഞ്ഞിട്ട് ഒരു കളക്ടർ കോമ്പുണ്ട്, രണ്ട് പുള്ളീസ് ഉണ്ട്. ഇതിൽ ഒരു പുള്ളി P2-നെ നമ്മളൊരു എന്തുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്, മോട്ടറുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഇൻസുലേറ്റർ കോളമുണ്ട്, പിന്നെ ഒരു മെറ്റാലിക് ഷെല്ലുണ്ട്. ഇത്രയാണ് ആരുടെ പ്രധാനപ്പെട്ട ഭാഗം, വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ ഹൈ ടെൻഷൻ സോഴ്സ് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള എയർ എന്ത് ചെയ്യും, അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജസ് ഈ ബെൽറ്റ് എന്ത് ചെയ്യും, പറ്റി പിടിക്കും. അപ്പോൾ നമ്മൾ ഈ മോട്ടോർ ഉപയോഗിച്ച് ഈ ബെൽറ്റിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചാർജസ് പതുക്കെ മുകളിലോട്ട് എന്ത് ചെയ്യും, വരും. ഓക്കെ, മുകളിലെത്തുമ്പോൾ ഇവിടെ ഇൻഡക്ഷൻ വഴി എന്ത് ചെയ്യും, ചാർജസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ചാർജസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ചാർജ് എവിടെ വരും, ആ ഷെല്ലിന് പുറത്തേക്ക് വന്ന് അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാൻ തുടങ്ങും, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെയാണ്, ഒന്നുകൂടി പറയാം. ഹൈ ടെൻഷൻ സോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഹൈ ടെൻഷൻ സോഴ്സ് സ്പ്രേ കോമ്പിൽ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ ഗ്യാപ്പിലുള്ള എയർ അയണൈസ് ചെയ്യും, പ്ലസ് ചാർജും മൈനസ് ചാർജുമായിട്ട് മാറും. എന്നിട്ട് അതിൽ പ്ലസ് ചാർജസ് റിപ്പൽ ചെയ്ത് ഈ ബെൽറ്റിൽ വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ ഈ മോട്ടർ കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ബെൽറ്റ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യും. അപ്പോൾ ഈ ചാർജസ് പതുക്കെ എങ്ങോട്ടേക്ക് പോകും, മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോകാൻ നേരത്ത് ഇവിടെ അടുത്തൊരു കളക്ടർ കോമ്പുണ്ട്. ആ കളക്ടർ കോമ്പിൽ ഇൻഡക്ഷൻ വഴി എന്ത് ചെയ്യപ്പെടുന്നു, ചാർജസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അവിടെ ഉണ്ടാകുന്ന ചാർജിന് ഓപ്പോസിറ്റുള്ള ചാർജ് ഇവിടെ ഷെല്ലിന് പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, വരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. അടുത്തത് പുതിയ ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റാണ്. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കാന്തം. കാന്തത്തെക്കുറിച്ച് നമുക്കറിയാം അല്ലേ? അപ്പോൾ കാന്തത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റ് എക്സിസ്റ്റ് ഇൻ ഡൈപോൾ. മാഗ്നറ്റ് ഡൈപോളായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യൂ. ഓക്കെ, അതായത് അതിനകത്ത് രണ്ട് പോളുകൾ കാണും, നോർത്ത് പോളും സൗത്ത് പോളും.
ഒരിക്കലും മാഗ്നറ്റ് ഒരൊറ്റ പോളായിട്ട് എന്ത് ചെയ്യത്തില്ല, എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതായത് ഒരു നോർത്ത് പോൾ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു സൗത്ത് പോൾ മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉണ്ടാക്കി വെക്കാൻ പറ്റത്തില്ല. ഒരു മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് എത്ര പോൾസ് കാണും, 2 പോൾസ് കാണും. അപ്പം മാഗ്നറ്റ് എക്സിസ്റ്റിംഗ് ഡൈപോൾ, അതിന് എത്ര പോൾസ് കാണും, 2 പോൾ കാണും, നോർത്ത് പോളും സൗത്ത് പോളും. ഐസൊലേറ്റഡ് മാഗ്നറ്റിക് പോൾസ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇനി സെയിം, അതായത് നോർത്ത് പോളും വരെയാണെങ്കിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഓക്കെ, സൗത്ത് പോളും വരെയാണെങ്കിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. സെയിം പോൾസ് റിപ്പൽസ് ഈച്ച് അതർ. ഇനി അൺലൈക്ക് പോൾസ് ആണെങ്കിൽ, നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിൽ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അൺലൈക്ക് പോൾസ് അട്രാക്ട്സ് ഈച്ച് അതർ. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിൻ്റെ അടുത്ത പ്രോപ്പർട്ടി അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. എന്താണ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളെ ആകർഷിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, മാഗ്നറ്റിനുണ്ട്. ഇരുമ്പിനെ, സ്റ്റീല്, അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റും, മാഗ്നറ്റിന് പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റിന് നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരാൻ എന്ത് ചെയ്യും, പറ്റും. ഓക്കെ, അതാണ് ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടില്ലേ, ആ സാധനത്തിൽ ഉപയോഗിക്കുന്നത് ഏത് പ്രോപ്പർട്ടിയാണ്, ഡയറക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് എന്ത് ചെയ്യും, ഡയറക്ഷൻ, അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, അലൈൻ ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മാഗ്നറ്റിക് ഡൈപോൾ എന്നാൽ എന്തെന്നാണ്. 2 ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള 2 മാഗ്നറ്റിക് പോളുകളെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഡൈപോള്. ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള 2 മാഗ്നറ്റിക് പോളുകളെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ഡൈപോൾ. എക്സാമ്പിളാണ് ബാർ മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ ബാർ മാഗ്നറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ മാഗ്നറ്റിക് ഡൈപോൾ. ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ 2 പോൾസ് എടുത്തു, നോർത്ത് പോളും സൗത്ത് പോളും. അതിനൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എന്ത് ചെയ്ത് നിർത്തി, സെപ്പറേറ്റ് ചെയ്ത് നിർത്തി. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൂവ്മെൻറ്റ് കാണാൻ വേണ്ടി ഈ മാഗ്നറ്റിൻ്റെ പോൾ സ്ട്രെങ്തിനെ ഈ 2 പോളുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സപ്പോസ് നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2L ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. അപ്പോൾ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഓക്കെ, അപ്പം പോൾ സ്ട്രെങ്തിനെ P എന്നും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാഗ്നറ്റ് 2L ആണെങ്കിൽ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് M is equal to P ഇൻറ്റു എന്തെന്ന് എഴുതാൻ പറ്റും, 2L എന്ന് എഴുതാൻ പറ്റും. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മളൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങൾ, അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു കൊച്ചു മാഗ്നറ്റ് എടുക്കുകയാണ്. ഇവിടെ ഒരു കൊച്ചു മാഗ്നറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന അത് ഇത്രയും ഭാഗത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയും ആ റീജിയനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ്. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഇമാജിനറി ലൈൻസ് ആയിട്ടാണ്, കർവ്ഡ് ലൈൻസ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മൾ വരച്ച് വയ്ക്കുന്നത്. ഓക്കെ, ആ ഇമാജിനറി കർവ്ഡ് ലൈൻസിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ടാൻജൻറ്റ് വരച്ച് കഴിഞ്ഞാൽ അതിന് ഏതിൻ്റെ ഡയറക്ഷൻ കാണിച്ചു തരാൻ പറ്റും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കർവ്ഡ് ലൈൻസ് ആയിട്ടാണ്. ആ കർവ്ഡ് ലൈൻസ് ആരുടെ ഡയറക്ഷൻ തരും, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും. ആ സംവിധാനത്തെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇനി മാഗ്നറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിൻ്റെ അല്ല, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് ലൂപ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തായിരിക്കും, ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കും. അതായത്
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത് പോൾ. ഔട്ട്സൈഡ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന് വെളിയിൽ നോർത്ത് പോളിൽ തുടങ്ങി എവിടെ അവസാനിക്കും? സൗത്ത് പോളിൽ. ബട്ട് ഇൻസൈഡ് എ മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. മാഗ്നറ്റിനകത്ത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും. അപ്പോൾ നോക്കിയേ, നമുക്ക് കിട്ടിയേക്കുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലോസ്ഡ് ലൂപ്പല്ലേ കിട്ടിയേക്കുന്നത്. സോ ഒന്നാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് ലൂപ്സ്. അപ്പോൾ നമുക്ക് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്ത് പോളിലാണ്, അവസാനിക്കുന്നത് സൗത്ത് പോളിലാണ്, ഒരു മാഗ്നറ്റിന് പുറത്ത്. പക്ഷേ ഇൻസൈഡ് എ മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. സോ വി ഗെറ്റ് എ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യാറില്ല. ഇപ്പം ഞാൻ ഇവിടുന്ന് അടുത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുന്നു. ആ ഫീൽഡ് ലൈൻസ് ഒരിക്കലും, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഞാൻ വരയ്ക്കുകയാണ്. ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യാറില്ല, കൂട്ടിമുട്ടാറില്ല. ഓക്കെ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈന് കൂട്ടിമുട്ടുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ, ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ സ്പർശരേഖ, ഓക്കെ, ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. നോക്കിയേ, ഈ പോയിന്റിൽ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് എത്ര ഡയറക്ഷൻ ഉണ്ട്? 2 ഡയറക്ഷൻ. ഒരാൾക്ക് ഒരു സ്ഥലത്ത് 2 ഡയറക്ഷൻ പോസിബിൾ ആണ്? അല്ല. സോ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യാറില്ല. ഇൻ്റർസെക്റ്റ് ചെയ്താലുള്ള പ്രശ്നം, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ടാൻജൻറ്റ് വരച്ചാൽ നമുക്ക് എത്ര ഡയറക്ഷൻ കിട്ടും? 2 ഡയറക്ഷൻ കിട്ടും. ഈസ് ഇറ്റ് പോസിബിൾ? നോട്ട് പോസിബിൾ. സോ ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അടുത്തത്, നമ്പർ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. എവിടെ കൂടുതലായിരിക്കും? പോൾ റീജിയനിൽ കൂടുതലായിരിക്കും. ദ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് ഇൻ എ റീജിയൻ ഗീവ്സ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പോൾസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ the number density of field lines in the region gives the intensity of magnetic field. അപ്പോൾ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിൽ എന്ത് കൂടും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടും. അപ്പോൾ പോളിലായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉള്ളത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നും ടാൻജൻറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡയറക്ഷൻ കിട്ടും. ആരുടെ ഡയറക്ഷൻ കിട്ടും? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കിട്ടും. അപ്പോൾ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അടുത്ത മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം ആണ്. മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം പറയുന്ന ഇതാണ്, ഒരു മാഗ്നറ്റിന് എങ്ങനെ എന്ത് കിട്ടുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നു. അത് പറയുന്നതാണ് മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസം. ഒരു മാഗ്നറ്റ് ഒരു അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ പറയാം ഒരു മാഗ്നറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാം കൊച്ചു മോളിക്യൂൾസ് വെച്ചാണ്, ടൈനി മാഗ്നറ്റിക് മോളിക്യൂൾസ് വെച്ചാണ് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ടൈനി മാഗ്നറ്റിക് മോളിക്യൂൾസ് അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റിൽ എങ്ങനെ കാണപ്പെടും? ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ട് കാണപ്പെടും, ഇൻ ഇറഗുലർ മാനർ. ഇറഗുലർ പറഞ്ഞാൽ അവർക്ക് തോന്നിയ കണക്ക് അലൈൻ ചെയ്യും. എന്നിട്ട് ആയിരിക്കും ആരിയ്ക്കുന്നത്? മാഗ്നറ്റിക് മോളിക്യൂൾസ് ഇരിക്കുന്നത്. പക്ഷേ അത് മാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റിൽ, ഇതിന് നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്സ് ബ്രേക്ക് ചെയ്യുകയും ഈ മോളിക്യൂൾസ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയും ചെയ്യും. അപ്പോഴാണ് അതിനെന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഓക്കെ, ഒരുപാട് തിയറംസ് ഉണ്ട്, പക്ഷേ അപ്രൂവ് ചെയ്തിട്ടുള്ള തിയറം എന്ന് പറയുന്നത് മോളിക്കുലർ തിയറി ഓഫ് മാഗ്നറ്റിസമാണ്. ഒന്നുകൂടി പറയാം, മാഗ്നറ്റ് കൊച്ചു കൊച്ചു മാഗ്നറ്റിക് മോളിക്യൂൾസ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അൺമാഗ്നറ്റൈസ്ഡ് സ്റ്റേറ്റിൽ ഈ മാഗ്നറ്റിക് മോളിക്യൂൾസ് ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ട് കാണപ്പെടും. ഇതിനെ മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഈ ക്ലോസ്ഡ് ലൂപ്സ് ബ്രേക്ക് ചെയ്യുകയും അതൊരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ആ വസ്തുവിന് എന്ത് കിട്ടുന്നത്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി
ഞാനിവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു ബി. ആ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് ഞാനൊരു ബാർ മാഗ്നറ്റിനെ കൊണ്ടുവരുന്നു. ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈപോളാണ്. ഓക്കെ, ആ ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ലെന്ത് 2L ആണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ലെന്ത് 2L ആണ്. ഓക്കെ, അതിൻ്റെ പോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് P ആണെന്നും വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ബാർ മാഗ്നറ്റ് കൊണ്ടുവന്നു. ബാർ മാഗ്നറ്റിൻ്റെ പോൾ സ്ട്രെങ്ത് P ആണ്. അതിൻ്റെ മാഗ്നറ്റിക് ലെന്ത് എത്രയാണ്? 2L ആണെന്നും വിചാരിക്കുക. ഈ ബാർ മാഗ്നറ്റിനെ ഞാൻ ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഞാൻ അതിലേക്കൊരു മാഗ്നറ്റിനെ കൊണ്ടുവരുമ്പോൾ അവിടെ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, അപ്പം നോർത്ത് പോള് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും PB, അതായത് പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഫോഴ്സ്. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സൗത്ത് പോളിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇത് മേലോട്ട് ഈ ഡയറക്ഷനിലാണെങ്കിൽ സൗത്ത് പോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടുത്തെ പോൾ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടുത്തെ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? അവിടുത്തെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ അവിടുത്തെ പോൾ സ്ട്രെങ്ത് ഇൻറ്റു അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ കൊടുത്തേക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് B ആണ്, അവിടുത്തെ പോൾ സ്ട്രെങ്ത് P ആണ്. അപ്പം PB. രണ്ട് സ്ഥലത്തെയും ഫോഴ്സ് എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള രണ്ട് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ സാധനം അവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? അതൊന്ന് റൊട്ടേറ്റ് ചെയ്യും ബൈ ആൻ ആംഗിൾ തീറ്റ. ഓക്കെ, ഒരു തീറ്റ ആംഗിൾ ഉണ്ടാകത്തക്ക രീതിയിൽ അതിനെന്ത് സംഭവിക്കുന്നു? ഒരു ചെറിയ ഒരു വേരിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടോർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോർക്ക് ഈസ് ഈക്വൽ ടു 1 ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന്. അപ്പോൾ 1 ഓഫ് ദ ഫോഴ്സ് PB, നോർത്ത് പോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് PB ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പം ഈ ഫോഴ്സ് ഇങ്ങോട്ടാണ് അല്ലേ? ഫോഴ്സ് നമുക്ക് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. ഇതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ്? SA എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പം 1 ഓഫ് ദ ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഞാൻ ആരെ എടുത്തു? നോർത്ത് പോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എടുത്തു. നോർത്ത് പോളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് PB ആണ്. ആ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. ഏത് ഡിസ്റ്റൻസ്? SA. അപ്പോൾ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PB ഇൻറ്റു SA എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടുത്തെ ഇൻക്ലിനേഷൻ ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഇൻക്ലിനേഷൻ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ഇവിടുന്ന് സൈൻ തീറ്റ കണ്ടുപിടിക്കുന്നു. സൈൻ തീറ്റ കണ്ടുപിടിക്കുന്ന വേറെ ഒന്നിനുമല്ല, നമുക്ക് SA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്ന് എന്ത് ചെയ്യണം? അപ്പോൾ SA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മളിവിടെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റയാണെന്ന് അറിയാം. അപ്പോൾ തീറ്റ വെച്ചുകൊണ്ട് നമ്മൾ സൈൻ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് SA ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലെന്ത് ആണ് 2L അല്ലേ? നോർത്ത് പോളും സൗത്ത് പോളും നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് മാഗ്നറ്റിക് SA. അതിൽ നിന്ന് SA ഈസ് ഈക്വൽ ടു 2L എന്തെന്ന് എഴുതാം? സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ ഫിഗറിൽ നമുക്ക് സൈൻ തീറ്റ ഈസ് SA ഡിവൈഡഡ് ബൈ 2L എന്ന് എഴുതാം. അതിന് SA ഈസ് ഈക്വൽ ടു 2L സൈൻ തീറ്റ എന്ന് എടുക്കാം. അതിനെടുത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെ കിട്ടും? PB ഇൻറ്റു 2L സൈൻ തീറ്റ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് P ഇൻറ്റു 2L പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെന്ത് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൊമെൻ്റ് M ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോ ഈസ് ഈക്വൽ ടു ഈ P ഇൻറ്റു 2L. P ഇൻറ്റു 2L എന്ന് പറഞ്ഞാൽ M ആണ്. അപ്പോൾ M കൊടുക്കുന്നു. ബാക്കി അവിടെ B ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. ടോ ഈസ് ഈക്വൽ ടു MB സൈൻ തീറ്റ. അതിനെ നമുക്ക് വെക്റ്റർ ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് B. വെക്റ്റർ M ക്രോസ് B. ദിസ് ഈസ് ദ ടോർക്ക് ആക്ടിങ് ഓൺ എ മാഗ്നറ്റിക് ഡൈപോൾ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പറഞ്ഞത്. എർത്തിന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നതിനെക്കുറിച്ച് ഒരുപാട് തിയറംസ് ഉണ്ട്. അതിൽ നമ്മൾ അംഗീകരിച്ചിട്ടുള്ള കൂടുതൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു
തിയറിയാണ് ഡൈനാമോ എഫക്റ്റ്. അതായത് ഭൂമി എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, റൊട്ടേറ്റ് ചെയ്യുന്നു എന്നറിയാം. ഭൂമി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മെറ്റാലിക് ഫ്ലൂയിഡ്സ്, നല്ല നമുക്കറിയാം ഭൂമിയുടെ ഇന്നർ പാർട്ട് എന്ന് പറയുന്നത് നല്ല ചൂടാണ്. അപ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് മോൾട്ടൺ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഭൂമി റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ മോൾട്ടൺ സ്റ്റേറ്റിലുള്ള ഫ്ലൂയിഡും അതിനോടൊപ്പം എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിനകത്തൊരു എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഇലക്ട്രിക് കറണ്ടാണ് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കാൾഡ് ഡൈനാമോ എഫക്റ്റ്. അടുത്തത് ജോഗ്രഫിക് മെറിഡിയൻ ആണ്. ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റ്, നമ്മൾ ഭൂമി എടുക്കുകയാണെങ്കിൽ ഭൂമിക്ക് ഒരു ജോഗ്രഫിക് ആയിട്ടുള്ള ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ, അതിന് ഒരു നോർത്ത് പോളും കാണും സൗത്ത് പോളും കാണും. അപ്പം ഇവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ജോഗ്രഫിക് മെറിഡിയൻ. അപ്പോൾ എന്താണ് ജോഗ്രഫിക് മെറിഡിയൻ? ദ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ ഈസ് കാൾഡ് ജോഗ്രഫിക് മെറിഡിയൻ. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ജോഗ്രഫിക് ആയിട്ടുള്ള നോർത്ത് പോളും സൗത്ത് പോളും കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വെർട്ടിക്കൽ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ജോഗ്രഫിക് മെറിഡിയൻ. അടുത്തത് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സസ്പെൻഡ് ചെയ്ത് നിർത്തിയേക്കുന്ന ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ പാസ് ചെയ്ത് പോകുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്, മാഗ്നറ്റിക് മെറിഡിയൻ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ഒന്ന് ജോഗ്രഫിക് മെറിഡിയനും ഒന്ന് മാഗ്നറ്റിക് മെറിഡിയനും. ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഒരു ജോഗ്രഫിക് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്, അവരെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള വെർട്ടിക്കൽ പ്ലെയിൻ. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റുകളുടെ നോർത്ത് പോളും സൗത്ത് പോളിലൂടെ കടന്നു പോകുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാഗ്നറ്റിക് മെറിഡിയൻ. അടുത്തത് മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത് ആണ്. എർത്തിൻ്റെ മാഗ്നറ്റിക് എലമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. എർത്തിൻ്റെ മാഗ്നറ്റിക് എലമെൻറ്റ്സ് 3 എണ്ണമുണ്ട്. ഒന്ന് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ, ഒന്ന് ആംഗിൾ ഓഫ് ഡിപ്പ്, അടുത്തത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ആംഗിൾ ഓഫ് ഡിക്ലിനേഷനാണ്. ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. നമുക്കറിയാം ഭൂമിക്കൊരു നോർത്ത് പോള് സൗത്ത് പോൾ ഉണ്ട്. ഓക്കെ, ഞാനൊരു മാഗ്നറ്റിനെ കൊണ്ടുവയ്ക്കുമ്പോൾ ആ മാഗ്നറ്റ് അലൈൻ ചെയ്യുന്നത് ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മാഗ്നറ്റിക് നോർത്ത് പോളും സൗത്ത് പോളുമാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ഡിക്ലിനേഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ജോഗ്രഫിക് മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ. ഈ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് പോൾസിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഡിക്ലിനേഷൻ ഈസ് ഗ്രേറ്റർ അറ്റ് ദ പോൾസ് ആൻഡ് സ്മോളർ അറ്റ് ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ കുറവായിരിക്കും. അപ്പോൾ എർത്തിൻ്റെ ഡിക്ലിനേഷൻ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ ഇന്ത്യയിൽ ആണെങ്കിൽ എന്താണ്, കുറവാണ്. കാരണം എന്താണ്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇക്വേറ്റർ റീജിയനിലാണ്. അപ്പം എന്തായിരിക്കും അവിടെ ആംഗിൾ ഓഫ് ഡിക്ലിനേഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് ഡിപ്പ്. ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്പ്. എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്, ആ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടലും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഡിപ്പ്. ഈ ആംഗിൾ ഓഫ് ഡിപ്പ് എന്ന് പറയുന്നത് മാക്സിമം അറ്റ് മാഗ്നറ്റിക് പോൾസ്. എർത്തിൻ്റെ മാഗ്നറ്റിക് പോൾസിൽ ഈ ആംഗിൾ ഓഫ് ഡിപ്പ് കൂടുതലായിരിക്കും. എവിടെ കുറവായിരിക്കും, ഇക്വേറ്ററിൽ കുറവായിരിക്കും. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡാണ്. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിന് ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റിയെ തീറ്റ ആംഗിൾ വെച്ച് എനിക്ക് റിസോൾവ് ചെയ്യുമ്പം എനിക്ക് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും കിട്ടും, വെർട്ടിക്കൽ കമ്പോണൻറ്റും കിട്ടും. അതിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോൾവ് ചെയ്യാൻ പറ്റും. റിസോൾവ് ചെയ്യുമ്പം എനിക്ക് 2 കമ്പോണൻറ്റ്സ് കിട്ടും. അതിൽ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് BH cos θ. നമ്മൾ പഠിക്കാൻ പോകുന്നത് മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. ഒരു മെറ്റീരിയലിനെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ, ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവയ്ക്കുമ്പോൾ എന്തുമാത്രം മാഗ്നറ്റിക്
പ്രോപ്പർട്ടി ആ വസ്തുവിന് കിട്ടുന്നോ അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഓക്കെ, അപ്പോൾ വെൻ എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ബിക്കം മാഗ്നറ്റൈസ്ഡ്. അത് എന്തായിട്ട് മാറും? കാന്തമായിട്ട് മാറും. ഓക്കെ, ദ എബിലിറ്റി ഓഫ് ദ അപ്ലൈഡ് ഫീൽഡ് ടു മാഗ്നറ്റൈസ് ദ സബ്സ്റ്റൻസ് ഈസ് മെഷേർഡ് ബൈ ദ ക്വാണ്ടിറ്റി മാഗ്നറ്റൈസിങ് ഫീൽഡ്. എത്രത്തോളം കാന്തശക്തി അതിന് കൊടുക്കാൻ പറ്റും അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റൈസിങ് ഫീൽഡ്. അതായത് ഒരു ഇരുമ്പിനെ കൊണ്ടുവന്ന് ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കാൻ നേരത്ത് ഈ മാഗ്നറ്റിന് എത്രത്തോളം ഈ ഇരുമ്പിന് എന്ത് കൊടുക്കാൻ പറ്റും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കാൻ പറ്റുമോ? ദാറ്റ് ഈസ് കാൾഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. ഇനി അടുത്തത് പെർമിബിലിറ്റിയാണ്. പെർമിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിലുള്ള റേഷ്യോയെ വിളിക്കുന്ന പേരാണ് പെർമിയബിലിറ്റി. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, നമ്മൾ കൊടുത്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫ്ലക്സ് ഡെൻസിറ്റിയും അത് മാഗ്നറ്റൈസ് ചെയ്ത ഫീൽഡ്, ഓക്കെ, അതിൻ്റെ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പെർമിയബിലിറ്റി. ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് mu ഈസ് ഈക്വൽ ടു B/H. ഓക്കെ, അപ്പോൾ എന്താണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ? റേഷ്യോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടു മാഗ്നറ്റൈസിങ് ഫീൽഡ്. അടുത്ത ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം മാഗ്നറ്റിക് മൂവ്മെൻ്റ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഒരു വസ്തു എടുത്തിട്ട് അതിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ എത്ര മാഗ്നറ്റിക് പ്രോപ്പർട്ടി കണ്ടോ അതിനെ വിളിക്കുന്ന പേര് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ M. ക്യാപിറ്റൽ M ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. മാഗ്നറ്റിക് മൂവ്മെൻറ്റിന് നമുക്ക് പോൾ സ്ട്രെങ്ത് ഇൻറ്റു മാഗ്നറ്റിക് ലെങ്ത് എന്ന് എഴുതാം, P ഇൻറ്റു 2L ഡിവൈഡഡ് ബൈ വോളിയത്തിന് നമുക്ക് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എഴുതാം, അപ്പോൾ A ഇൻറ്റു 2L. 2L-ഉം 2L-ഉം എന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി അവിടെ നിന്ന് എഴുതാൻ പറ്റും, പോൾ സ്ട്രെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പം ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാഗ്നറ്റിക് മൂവ്മെൻ്റ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ. അടുത്തത് സസെപ്റ്റിബിലിറ്റിയാണ്. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിൽ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിലുള്ള റേഷ്യോയാണ് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിലുള്ള റേഷ്യോ ആണ് സസെപ്റ്റിബിലിറ്റി. അപ്പോൾ എന്താണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ആൾക്ക് എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസേഷൻ യൂണിറ്റ് വോളിയത്തിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ അതിനെ വിളിക്കുന്ന, മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു, മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നു അതിനെ വിളിക്കുന്നതാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഇത് തമ്മിലുള്ള റേഷ്യോ വിളിക്കുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് നിലനിർത്താനുള്ള കഴിവ് ആ വസ്തുവിനുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് മെറ്റീരിയൽസിന് അതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ബേസിൽ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അടുത്തത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അടുത്തത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അതിലാദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റുമായിട്ട് റിപ്പൽഡ് ഫോഴ്സ് ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റ്. ദേ ആർ സബ്സ്റ്റൻസ് വിച്ച് ആർ റിപ്പൽഡ് ബൈ മാഗ്നറ്റ്. മാഗ്നറ്റിനാൽ റിപ്പൽ ചെയ്യപ്പെടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ബിസ്മത്ത്, ആൻറ്റിമണി, ഗോൾഡ്, മെർക്കുറി, വാട്ടർ, സിങ്ക് എക്സെട്ര. ഇതെല്ലാം നമുക്ക് ആർക്ക് എക്സാമ്പിൾ പറയാവുന്നതാണ്? ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ പറയാവുന്നതാണ്. ഇനി ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഒരു മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കാണത്തില്ല. ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്ത് കാണത്തില്ല? മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കാണത്തില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺസ്, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങാൻ നേരത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ന്യൂക്ലിയസിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ കറങ്ങുന്നതിന് ഓപ്പോസിറ്റായിട്ടാണ് അടുത്ത ഇലക്ട്രോൺ കറങ്ങുന്നത്. അങ്ങനെ കറങ്ങാൻ നേരത്ത് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻസലായി പോകും. അതുകൊണ്ട് അതിനെന്ത് കാണത്തില്ല? മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കാണത്തില്ല. അതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എന്ത് കാണാത്തത്? മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കാണാത്തത്. ഓക്കെ, ഇതിനെ നമ്മൾ
ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സസ്പെൻഡ് ചെയ്താൽ അത് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് എന്ത് ചെയ്യും, അലൈൻ ചെയ്യും. ഓക്കെ, അടുത്തത് വെൻ പ്ലേസ്ഡ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ഈ മെറ്റീരിയൽ എന്ത് ചെയ്യുമെന്നറിയാമോ, സ്ട്രോങ്ങർ റീജിയനിൽ നിന്നും വീക്കർ റീജിയനിലോട്ട് പോകും. മൂവ് ഫ്രം സ്ട്രോങ്ങർ റീജിയൻ ടു വീക്കർ റീജിയൻ. ഓക്കെ, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, പോകും. ഓക്കെ, ഇനി പെർമിയബിലിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തി വിടാനുള്ള കഴിവ് <1 ആണ്. പെർമിയബിലിറ്റി <1 ആണ്. അടുത്തത് സസെപ്റ്റിബിലിറ്റി ആണ്. സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താനുള്ള കഴിവ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ എന്ത് ചെയ്യത്തില്ല, കടത്തി വിടത്തില്ല. അപ്പം മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താനുള്ള കഴിവും എന്തായിരിക്കും, കുറവായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സസെപ്റ്റിബിലിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സസെപ്റ്റിബിലിറ്റി എന്തിനാ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ നിലനിർത്താനുള്ള കഴിവ്, അത് കുറവാണ്. അത് ആരെ ഡിപ്പെൻഡ് ചെയ്യത്തുമില്ല, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യത്തുമില്ല. ഇനി ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് അതിന് പുറത്തുകൂടി ആയിരിക്കും പോകുന്നത്. ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസ് ഔട്ട്, അതിൻ്റെ വെളിയിൽ കൂടെ പോകും. അതിൽ കൂടെ പോകത്തില്ല, അതിനകത്തൂടെ പാസ് ചെയ്ത് പോകത്തില്ല. ഓക്കെ, അടുത്തത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ലോസ് ഇറ്റ്സ് മാഗ്നറ്റിസം വെൻ അപ്ലൈഡ് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. നമ്മൾ ഒരു കൊടുത്തേക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും നഷ്ടപ്പെടും. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്.